നമസ്കാരം. ജൻസികൾക്ക് പൂക്കി എന്താണെന്ന് മനസ്സിലായോ ഇപ്പോ? അതായത് മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ആട്ടിയപ്പോൾ നിങ്ങൾ എന്ത് കരുതി? ഇതൊക്കെ ഒരു തട്ടിപ്പാണെന്ന് നിങ്ങളോട് ആവർത്തിച്ച് പറയുമ്പോൾ രാഷ്ട്രീയം കേൾക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഉഡായിപ്പും ഈ പറയുന്ന ഈ നമ്പറൊന്നും കണ്ടപ്പോൾ മനസ്സിലായില്ല. പക്ഷെ റിയാലിറ്റി അറിഞ്ഞപ്പോൾ ഇപ്പോ ഇൻസ്റ്റയിൽ നോക്കാൻ വയ്യ. പൊന്നോ, ഓൾട്രേഷന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം പൂക്കിയെ ഒറിജിനൽ അങ്ങ് ഏറി കയറ്റി പൂക്കി നിർത്തിയിരിക്കുകയാണ്. തെറി പൊങ്കാല. ദേ നോക്കിയേ, ആ ഓരോ കമന്റുകളും വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത് ഓൾട്രേഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജെൻസികളെ പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോ ഇദ്ദേഹത്തിന്റെ പുതിയ PR പ്രചരണം എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയം ഉള്ള ഇടങ്ങളിൽ, അതായത് രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത മഞ്ഞ ഫാൻ പേജുകൾ ഉണ്ടല്ലോ, അതായത് യുവാക്കളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകൾ, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി ലക്ഷങ്ങൾ കൊടുത്ത് PR പൂക്കിത്തരത്തിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ ഇടയിലേക്ക് ഓൾട്രേഷൻ ഞാൻ അങ്ങ് അനുവദിക്കും, എനിക്കത് ഇഷ്ടമാണ്, പിള്ളേരുടെ ആഗ്രഹമല്ലേ എന്നൊക്കെ തട്ടിവിട്ടത്. എന്നിട്ട് ഇപ്പോ ഓൾട്രേഷന്റെ ലിസ്റ്റ് പുറത്തേക്ക് വിട്ടു. ഏതെങ്കിലും ഒരെണ്ണം, കാര്യം വേണമെങ്കിൽ സീറ്റ് മാറ്റിക്കോ, നേരത്തെ പോലെ സൺഗ്ലാസ് ഒട്ടിച്ചോ, അല്ലെങ്കിൽ താഴത്തെ ഫ്ലോർ മാറ്റ് മാറ്റിക്കോ, ഹെഡ്ലൈറ്റ് അതൊന്നും മറ്റേ ഫോഗ് ലാമ്പ് ഒന്നും വെക്കാൻ പറ്റില്ല. എന്താണ് പിള്ളേർ ആഗ്രഹിച്ചിരുന്നത്? അതായത് ഈ ഓൾട്രേഷൻ എന്ന് പറയുന്ന സാധനം സാധാരണഗതിയിൽ 2 വീലറിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ, അതായത് സ്പോർട്സ് ബൈക്കുകളാക്കുക അല്ലെങ്കിൽ കാറുകളെ ഓൾട്രേഷൻ നടത്തി സ്പോർട്സ് മോഡലിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അവർ സൈലൻസർ മാറ്റി ഒച്ച ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബും എന്ന് പോകുമ്പോൾ ആ ശബ്ദം, അതിനോടൊപ്പം തന്നെ ഹെഡ്ലൈറ്റുകൾ, താഴത്തെ ഫോഗ് ലാമ്പുകൾ, മുകളിൽ വെക്കുന്ന ലൈറ്റുകൾ, ഇങ്ങനെ തുടങ്ങി കുറെയാണ് ഇവരുടെ. അതുപോലെ സൈലൻസറുകൾ, പെയിന്റ് മാറ്റി മോഡേൺ ആക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പൊതുവെ ഓൾട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഓൾട്രേഷൻ ഞാൻ അനുവദിക്കും. ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് ആ ചിരിയൊക്കെ കണ്ടപ്പോ എന്ത് പറയാൻ, ജെൻസി പിള്ളേർ കരുതി ഇതാ നമുക്കെല്ലാം ചെയ്തു തരാൻ പോകുന്നു. ഇങ്ങനെ ഉടായ്പിലൂടെ 18 വയസ്സ് തികഞ്ഞ പിള്ളേരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ നമ്മൾ ചൂഷണം ചെയ്യണമല്ലോ. എങ്ങനെയൊക്കെ ഇവരെ കുപ്പിയിലിറക്കാം, ആ ആശയത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഇപ്പോ ഇദ്ദേഹം, അതായത് കൊടുത്തിരിക്കുന്ന 24 ഓൾട്രേഷന്റെ അനുമതികളൊക്കെ എന്ന് പറഞ്ഞാൽ സീറ്റ് കവർ മാറ്റാം, സ്റ്റിയറിംഗിലുണ്ടല്ലോ നല്ല കവർ വാങ്ങിച്ചിട്ടോളാം കേട്ടോ, കൈ വിയർക്കാതിരിക്കാനേ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് നല്ല ഓൾട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. പിന്നീട് ഫ്ലോർ മാറ്റ്, തറയിലൊക്കെ നല്ല കാര്യം, ചവിട്ടിയിരിക്കുന്ന തറയിൽ നല്ല മാറ്റ് വാങ്ങിച്ചിടണം, നല്ല ഓൾട്രേഷൻ ആണല്ലോ. പിന്നീട് ഇന്റീരിയർ ആംബിയൻസ് ഒക്കെ കൂട്ടാം, കാര്യം ഇത്രയും കാലം ആരും ഇന്റീരിയർ ആംബിയൻസ് ഇല്ലാതെ എല്ലാം തുറന്നിട്ടിരിക്കുക, അതുകൊണ്ട് ഇന്റീരിയർ ആംബിയൻസ് കൂട്ടാം. പിന്നീട് ഡാഷ് ക്യാമറ വെക്കാം. എന്തൊരു ഓൾട്രേഷൻ ആണ്, ഇത്രയും കാലം ആരും ഡാഷ് ക്യാമറ വെച്ചിട്ടില്ല. പിന്നീട് റൂഫ് കാരിയറുകൾ, മുകളിലെ റൂഫിലെ കാരിയറുകൾ എന്തെങ്കിലും കൊണ്ടുപോകാനായിട്ട് റൂഫ് കാരിയറുകൾ വയ്ക്കാം. ഇതിനേക്കാൾ വലിയ ഓൾട്രേഷൻ നടത്താനുണ്ടോ? അതുപോലെ 50% സൺഫിലിം, ഗണേഷ് കുമാർ മന്ത്രി, ഗതാഗത മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അനുവദിച്ച കാര്യങ്ങളൊക്കെ അതേപടി അച്ചടിച്ച് വെച്ചതിന് ശേഷം ഏതെങ്കിലും ബോഡിയിൽ ചില സ്റ്റിക്കറുകൾ പതിക്കാം. ബോഡിയിൽ ഇപ്പോൾ സ്റ്റിക്കറുകൾ പതിപ്പിച്ചിട്ടില്ലേ? അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉടായ്പ് കാണിക്കേണ്ടത്? നാക്കുകൊണ്ടൊന്ന് പറയുക, പ്രവൃത്തിയിൽ വേറൊന്നാക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക. നമ്മുടെ നാട്ടിലെ കുറെ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ അടിച്ച് പെരുപ്പിക്കുക. അതിന് പണം കൊടുത്തു കഴിഞ്ഞാൽ പൊലിപ്പീരിന് ഇവർക്കൊരു പ്രത്യേകതരം താല്പര്യമാണല്ലോ. പണം കിട്ടിയാൽ എന്ത് പണിയെടുക്കും. എന്നാൽ എന്താണ് ഈ കുട്ടികൾ ഇവർ ആഗ്രഹിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ടയർ സൈസുകൾ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹം. അതായത് കാറിലായിരുന്നാലും മോഡിഫിക്കേഷന്റെ ഭാഗമായി 2 വീലറിലായിരുന്നാലും കുറച്ചുകൂടെയൊക്കെ വലിയ ടയർ ഇടുക, അതുപോലെ വീല്, അലോയ് വീലുകൾ ഉപയോഗിക്കുക. ഇതിനൊക്കെ നേരത്തെ നിരോധനം ഉണ്ടായിരുന്നു, ഇതൊക്കെ മാറുമെന്നാണ്. പിന്നെ സസ്പെൻഷൻ ഉയർത്തൽ, ഹോൺ ശബ്ദം മാറ്റൽ, ഫോഗ് ലാമ്പ് തുടങ്ങിയ പല തരത്തിലുള്ള ഓൾട്രേഷൻ ആഗ്രഹിച്ചിരുന്നവരുടെ മുന്നിലാണ് ഇപ്പോ പൂക്കിസം കാണിച്ചിരിക്കുന്നത്. പൂക്കിസം കാണിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഈ ഡയലോഗ് അടി അല്ലാതെ ഒരു ചുക്കും നടക്കില്ല. നിയമം സംസ്ഥാനത്തിന്റെ കീഴിലല്ല, കേന്ദ്രം പാസാക്കിയ നിയമം, സുപ്രീം കോടതിയുടെ നിയമം, ഈ നിയമങ്ങളെ മറികടക്കാനായിട്ട് ഒരാളുടെ ഇത് കാണിച്ചാൽ നടക്കില്ല എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് ഈ നാട്ടിലെ യഥാർത്ഥ ഉടായ്പകൾ. നിങ്ങളെ എങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കാമെന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് എന്റെ കാര്യം നടത്തുക എന്നുള്ള ആ തരികിട പരിപാടി നടത്തിയതിനാണ് പൂക്കി മുഖ്യമന്ത്രി ഇൻസ്റ്റയിൽ ഉൾപ്പെടെ എടുത്തിട്ട് പൊങ്കാല ഇടുന്ന സാഹചര്യം. ഈ ജെൻസി ടീം എന്ന് പറയുന്നത് കേറി എന്ന് മെഴുകുകയാണ്. മെഴുക എന്ന് പറഞ്ഞാൽ തെറിയോട് തെറി എന്ന് പറഞ്ഞാൽ പൂക്കി മുഖ്യനെ ഒരു പരിഗണനയും കൊടുക്കാതെ പൊങ്കാലയിട്ട് തകർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ പൂക്കി മാറിയിട്ട് അതിനൊക്കെ അക്ഷരങ്ങൾ മാറ്റി വേറെ പുതിയ ഭാഷകൾ ചേർത്തിട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ കയറി അങ്ങ് അറുമാദിക്കുകയാണെന്ന് പറയേണ്ടി വരികയാണ്. ഇതാണ് പറയുന്നത്. ഏതൊരു വ്യക്തിയും പറയുന്ന കാര്യവും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യവും
കൃത്രിമമല്ലെങ്കിൽ പിന്നീട് അത് പൊളിയുകയും ചെയ്യും. ഇന്നലകളിൽ നിങ്ങൾ മോഹിപ്പിച്ചവർ നിങ്ങളെ തന്നെ കയറി പൊങ്കാലയിടുമെന്ന് പറഞ്ഞത് ഇപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാം. ജെൻസി എടുത്തിട്ട് അലക്കുകയാണ് നമ്മുടെ പൂക്കി മുഖ്യനെ.